ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഹോൾഡിംഗ് കമ്പനി അതിൻ്റെ കൺസോളിഡേറ്റഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട 4 സ്റ്റെപ്പ് വരെ ഡിസ്കസ് ചെയ്തു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെപ്പ് 5, കമ്പ്യൂട്ടേഷൻ ഓഫ് ഗുഡ് വിൽ ഓർ കോസ്റ്റ് ഓഫ് കൺട്രോൾ. ഓക്കെ, നമുക്കറിയാം ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചു വരുന്നതാണ് എന്താണ് ഗുഡ് വിൽ എന്നുള്ളത്. ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ, മറ്റൊരു കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആ കമ്പനിയുടെ വാല്യൂവിനേക്കാൾ കൂടുതൽ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ വാല്യൂവിനേക്കാൾ കുറഞ്ഞ എമൗണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹോൾഡിംഗ് കമ്പനി അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഗുഡ് വിൽ ഉണ്ടോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമാറ്റാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. നോക്കാം. എമൗണ്ട് പെയ്ഡ് ബൈ ദി ഹോൾഡിംഗ് കമ്പനി ടു സബ്സിഡറി കമ്പനി. അതായത് നമുക്കറിയാം, ഞാൻ പറഞ്ഞു എന്ത്, ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് കൊടുത്ത എമൗണ്ട് അവരുടെ കമ്പനിയുടെ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ ഗുഡ് വിൽ, അല്ലെങ്കിൽ എന്താണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആദ്യത്തെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എമൗണ്ട് പെയ്ഡ് ബൈ ദി ഹോൾഡിംഗ് കമ്പനി ടു സബ്സിഡറി കമ്പനി. ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡറി കമ്പനിക്ക് കൊടുത്തിട്ടുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് ക്വസ്റ്റിന് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഹോൾഡിംഗ് കമ്പനീസ് ഷെയർ ഓഫ് ക്യാപിറ്റൽ ലോസ്. അതായത് നേരത്തെ നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഓർ ക്യാപിറ്റൽ ലോസ് മീൻസ് എന്താണ്, നേരത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഹോൾഡിംഗ് കമ്പനി അതിൽ ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ഓഫ് ക്യാപിറ്റൽ ലോസ് അതുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അത് ആഡ് ചെയ്ത എമൗണ്ടിൽ നിന്നും ലെസ് ഫേസ് വാല്യൂ ഓഫ് ഷെയർ പർച്ചേസ്ഡ്, അതായത് സബ്സിഡറി കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്തിട്ടുള്ള ആ ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ദെൻ ലെസ് ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ ഷെയർ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. ദെൻ ഹോൾഡിംഗ് കമ്പനി ഷെയർ ഓഫ് ബോണസ് ഷെയർസ്, ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡറി കമ്പനിയിൽ നിന്നും എന്തെങ്കിലും ബോണസ് ഷെയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹോൾഡിംഗ് കമ്പനീൻ്റെ ഷെയർ ഓഫ് ബോണസ് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ദെൻ ഹോൾഡിംഗ് കമ്പനി ഷെയർ ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നും ഹോൾഡിംഗ് കമ്പനിക്ക് എന്തെങ്കിലും ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ അതിൽ ഹോൾഡിംഗ് കമ്പനിയുടെ പോർഷൻ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ഏതിൽ നിന്നും, ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് നൽകിയിട്ടുള്ള പേ ചെയ്തിട്ടുള്ള എമൗണ്ടിൽ നിന്നും, അതുപോലെ തന്നെ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ഓഫ് ക്യാപിറ്റൽ ലോസ് രണ്ടും ആഡ് ചെയ്തിട്ടുള്ള ആ എമൗണ്ടിൽ നിന്നും ഈ പറഞ്ഞ എമൗണ്ടുകൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവ് സൈനിലുള്ള ആൻസർ ആണെങ്കിൽ ഗുഡ് വിൽ ആണ്, നെഗറ്റീവ് സൈനിലുള്ള ആൻസർ ആണെങ്കിൽ അത് കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 5 നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്, ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയെ അക്വയർ ചെയ്തപ്പോൾ ഗുഡ് വിൽ ഉണ്ടായിട്ടുണ്ടോ അതോ കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണോ, അതായത് ബാർഗെയിൻ പർച്ചേസ് ആണോ അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ അത് ഗുഡ് വിൽ ആണ്, കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ അതെന്താണ്, കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നോക്കുക, എന്താണ് കൺസിഡർ ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്. പെയ്ഡ് ബൈ ദി ഹോൾഡിംഗ് കമ്പനി, എമൗണ്ട് പെയ്ഡ് ബൈ ദി ഹോൾഡിംഗ് കമ്പനി ടു സബ്സിഡറി കമ്പനി, ആഡ് ഹോൾഡിംഗ് കമ്പനി ഷെയർ ഓഫ് ക്യാപിറ്റൽ ലോസ്. അപ്പം ഈ ഒരു പോർഷനാണ് എന്ത്, ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് വേണ്ടിയിട്ട് മുടക്കിയിട്ടുള്ള എമൗണ്ട്. ഓക്കെ, ആ മുടക്കിയ എമൗണ്ടിൽ നിന്നും അവർക്ക് കിട്ടുന്നത് മീൻസ് എന്താണ്, ഫേസ് വാല്യൂ ഓഫ് ഷെയർ പർച്ചേസ്ഡ്, സബ്സിഡറി കമ്പനിയുടെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഷെയറിൻ്റെ ഫേസ് വാല്യൂ. ദെൻ ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, പർച്ചേസ് ചെയ്തപ്പോൾ സബ്സിഡറി കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ ഷെയർ. ദെൻ ഹോൾഡിംഗ് കമ്പനി ഷെയർ ഓഫ് ബോണസ് ഷെയർസ്, അതുപോലെ തന്നെ സബ്സിഡറി കമ്പനിയിൽ നിന്നും ഹോൾഡിംഗ് കമ്പനിക്ക് കിട്ടിയിട്ടുള്ള ബോണസ് ഷെയറിൻ്റെ പോർഷൻ. ദെൻ ഹോൾഡിംഗ് കമ്പനി ഷെയർ ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നും ഹോൾഡിംഗ് കമ്പനിക്ക് കിട്ടിയിട്ടുള്ള ഷെയർ ഓഫ് ഡിവിഡൻഡ്. ഇത്രയും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഗുഡ് വിൽ ഉണ്ട്, നെഗറ്റീവ് ആണെങ്കിൽ അത് കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെപ്പ് 6 പോകാം. ഓക്കെ, സ്റ്റെപ്പ് 6, കാൽക്കുലേഷൻ ആൻഡ് എലിമിനേഷൻ ഓഫ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇൻ സ്റ്റോക്ക്. ഓക്കെ, നമുക്കറിയാം ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും ചേർന്നാണ് ആ ഗ്രൂപ്പിൽ ഈ കമ്പനികൾ തമ്മിൽ പരസ്പരം ട്രാൻസാക്ഷൻസ് നടക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ എച്ച് എന്ന ഹോൾഡിംഗ് കമ്പനി എസ് എന്ന സബ്സിഡറി കമ്പനിയിൽ നിന്നും എന്തെങ്കിലും ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, വിചാരിക്കാം. അപ്പോൾ അവരുടെ സ്റ്റോക്കിൽ ആ ഗുഡ്സ് ഉണ്ട്, അവരുടെ സ്റ്റോക്കിൽ എസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സ്റ്റോക്ക് ആരുടെ കയ്യിലുണ്ട്, എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിലുണ്ട്. എസ് എന്ന സബ്സിഡറി കമ്പനിയിൽ നിന്നും വാങ്ങിയിട്ടുള്ള ഗുഡ്സിൻ്റെ സ്റ്റോക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എച്ച് എന്ന ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ സ്റ്റോക്ക് എച്ച് എച്ചിന് കൊടുത്തത് ഒരു 25% പ്രോഫിറ്റ് ആഡ്
കോസ്റ്റിനേക്കാൾ 25% പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് എസ് എന്ന സബ്സിഡറി കമ്പനി, എച്ച് എന്ന ഹോൾഡിംഗ് കമ്പനിക്ക് ആ സ്റ്റോക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 4000 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ 4000 രൂപയിൽ എന്തുണ്ട്? പ്രോഫിറ്റ് എലമെന്റ് ഉണ്ട്. അതായത് 4000 നമുക്ക് അറിയാം, സ്റ്റോക്ക് നമ്മളെപ്പോഴും ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത് അറ്റ് കോസ്റ്റ് പ്രൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ പ്രോഫിറ്റ് എലമെന്റിനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുക, ദെൻ അതിനെ എന്ത് ചെയ്യുക? പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 4000 രൂപ, ഈ 4000 രൂപയുടെ സ്റ്റോക്ക്, 4000 രൂപയുടെ സ്റ്റോക്കിൽ എന്താണ്? കോസ്റ്റ് പ്ലസ് 25% പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് ആർക്ക്? സബ്സിഡറി കമ്പനിയായിട്ടുള്ള എസ് ഹോൾഡിംഗ് കമ്പനിയായ എച്ചിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിലെ പ്രോഫിറ്റ് എലമെന്റ് എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 4000 എന്ന് പറഞ്ഞത് എന്താണ്? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, കോസ്റ്റ് 100 ആയിട്ട് എടുക്കുക, പ്ലസ് പ്രോഫിറ്റ് എത്ര? 25%. അപ്പോൾ 4000 എന്ന് പറഞ്ഞത് എന്താണ്? 125 ആണ്. ഓക്കെ, ഇൻറ്റു നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയേണ്ട എന്താണ്? ആ 25% പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് ഇൻറ്റു 25 ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എലമെന്റ് കിട്ടും. ഓക്കെ, ഇവിടെ പ്രോഫിറ്റ് എലമെന്റ് വരുന്നത് ഐ തിങ്ക് 800 ആണ് വരുന്നത് പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, 800 ആണ് വരുന്നത്. അപ്പോൾ ഈ 800 എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോഫിറ്റ് എലമെന്റ് നമ്മൾ ഒഴിവാക്കിയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 3200 ആണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 6 ചെയ്യേണ്ടത് ഇങ്ങനെ ഗ്രൂപ്പിനിടയിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നു, ആ ട്രാൻസാക്ഷൻ പ്രോഫിറ്റിലാണ്, കോസ്റ്റ് പ്രൈസിൽ നടന്നാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എലമെന്റ് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണെങ്കിൽ അതിലെ പ്രോഫിറ്റ് എലമെന്റിനെ എന്ത് ചെയ്യണം? അതിൽ നിന്നും ഒഴിവാക്കിയിട്ട് വേണം ആ സ്റ്റോക്കിന് നമ്മൾ നമ്മുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 6 എന്താണ്? കാൽക്കുലേഷൻ ആൻഡ് എലിമിനേഷൻ ഓഫ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇൻ സ്റ്റോക്ക്. ഓക്കെ, ഇതേപോലെ ഇത് സ്റ്റോക്കിന്റെ ട്രാൻസ്ഫർ പോലെ തന്നെയാണ് ഫിക്സ്ഡ് അസറ്റിന്റെയും ഇടപാടുകൾ. ഫിക്സ്ഡ് അസറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അതും ഇതുപോലെ തന്നെ എന്താണ്? പ്രോഫിറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ ആ ഫിക്സ്ഡ് അസറ്റിലെ ആ പ്രോഫിറ്റ് എലമെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്തിട്ടുള്ള ബാക്കി പോർഷൻ മാത്രമേ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കാവൂ. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻ ആൻഡ് എലിമിനേഷൻ ഓഫ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇൻ സ്റ്റോക്ക് എന്നുള്ള ഈ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനി തമ്മിലുള്ള ഇടപാടുകളിൽ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഇടപാടാണെങ്കിൽ ആ പ്രോഫിറ്റ് എലമെന്റിനെ ക്യാൻസൽ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം അവിടെ ഫോളോ ചെയ്യേണ്ട 3 പോയിന്റ്സ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഒന്ന്, അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓൺ അൺസോൾഡ് സ്റ്റോക്ക് സപ്ലൈഡ് ബൈ ദി കമ്പനി ഇൻ ദി ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഏതെങ്കിലും കമ്പനി സപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ഗുഡ്സ്, ആ ഗുഡ്സ് അൺസോൾഡ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിലെ പ്രോഫിറ്റ് എലമെന്റ് എന്ത് ചെയ്യുക? അസർട്ടൈൻ ചെയ്യുക. ദെൻ സെക്കൻഡ്, ഷെയർ ഓഫ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം സച്ച് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് സോ കാൽക്കുലേറ്റഡ്. അപ്പോൾ നമുക്കറിയാം ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ നമ്മൾ സ്റ്റെപ്പ് 1 കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ ഉപയോഗിച്ചിട്ട് ഇതിൽ എന്ത് ചെയ്യണം? മൈനോറിറ്റിയുടെ ആ പോർഷൻ എന്ത് ചെയ്യണം? ഈ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ദെൻ ദ ബാലൻസ് ഓഫ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. ഓക്കെ, അതായത് ഇൻ ദ ബാലൻസ് ഓഫ് അൺറിയലൈസ്ഡ് ബാക്കിയുള്ള അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്, അതായത് ഹോൾഡിംഗ് കമ്പനിയുടെ പോർഷൻ ആയിരിക്കും ബാക്കിയുള്ളത്. The holding company's share of unrealized profit should be deducted from the consolidated stock in the asset side of the consolidated balance sheet, and the same amount should be deducted from the profit and loss account in the consolidated balance sheet. ഓക്കെ, അപ്പോൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ നിന്നും എന്ത് ചെയ്യണം? ആ ബാലൻസ് എമൗണ്ട്, അതായത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കളഞ്ഞിട്ടുള്ള ആ പ്രോഫിറ്റ് എലമെന്റ് എന്ത് ചെയ്യണം? സ്റ്റോക്കിൽ നിന്ന്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലെ സ്റ്റോക്കിൽ നിന്നും ലെസ് ചെയ്യണം. അതേപോലെ തന്നെ ലയബിലിറ്റി സൈഡിൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കുമല്ലോ, ആ പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? ആ എമൗണ്ട് ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 6 പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി കൂടുതൽ വ്യക്തമാവും. ഓക്കെ, ഇതേ പ്രിൻസിപ്പിൾ, ഇതേ രീതി തന്നെയാണ് നമ്മൾ ഫിക്സ്ഡ് അസറ്റിന്റെ ഗ്രൂപ്പിൽ നടക്കുന്ന ഫിക്സ്ഡ് അസറ്റിന്റെ ട്രാൻസാക്ഷൻ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻ ആൻഡ് എലിമിനേഷൻ ഓഫ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇൻ സ്റ്റോക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് 7, എലിമിനേഷൻ ഓഫ് ഇന്റർ കമ്പനി ഡെപ്റ്റ്സ്. എലിമിനേഷൻ ഓഫ് ഇന്റർ കമ്പനി ഡെപ്റ്റ്സ്. കമ്പനി ഡെപ്റ്റ്, എലിമിനേറ്റ് ഇന്റർ കമ്പനി ഡെപ്റ്റ്. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പനികൾ തമ്മിൽ പരസ്പരമുള്ള ഇടപാടുകളിൽ എന്തുണ്ടാകാം? ഡെപ്റ്റ് ഉണ്ടാകാം. അപ്പോൾ ഇന്റർ കമ്പനി ഹോൾഡിങ്സ് അല്ലെങ്കിൽ ഡെപ്റ്റ് ഉണ്ടാകുന്ന കേസിൽ അത് എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്ത് കളയുകയാണ് വേണ്ടത്. അതിന് കാരണം എന്താണ്? നമുക്ക് നമ്മുടെ ബേസിക് ലോജിക്കൽ ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം എന്താണ് അതിനുള്ള കാരണം ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഇപ്പോൾ ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആര് എഴുതിയിട്ടുണ്ടാവും? ഒരു കമ്പനിയുടെ ബാലൻസിൻ്റെ അസറ്റ് സൈഡിൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആര് എഴുതി? സബ്സിഡറി കമ്പനി എഴുതി എങ്കിൽ അത് ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ അതെന്തായിരിക്കും?
ക്രെഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഇത് രണ്ടിനും ഒരുമിച്ച് ചേർക്കുമ്പോൾ എന്താണ് അതിൻ്റെ എഫക്റ്റ് ഇല്ലാതാവുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡെപ്റ്റുകൾ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് കൊടുക്കാനുള്ളതോ സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിക്ക് കൊടുക്കാനുള്ളതോ ആയിട്ടുള്ള ഡെപ്റ്റുകൾ ഹോൾഡിങ്സ് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനെ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്ത് കളയുകയാണ് വേണ്ടത്. അതിനുള്ള കാരണം എന്താണ്? കാരണം ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് സബ്സിഡറി കമ്പനിയെ കാണിച്ചു കഴിഞ്ഞാൽ ദെൻ സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ എന്തായിരിക്കും ക്രെഡിറ്റർ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഹോൾഡിംഗ് കമ്പനിയെ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് അപ്പുറത്തും ഇപ്പുറത്തും സെയിം എമൗണ്ട് വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ എഫക്റ്റ് 0 ആണ്. ഓക്കെ, അപ്പോൾ അതിനെ അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ഷീറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇന്റർ കമ്പനി ഡെപ്റ്റ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്ത് കളയുകയാണ് വേണ്ടത്. ഡെപ്റ്ററാണ് ക്രെഡിറ്റർ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇതുപോലെ തന്നെയാണ്. ഇവിടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിൽ റിസീവബിൾ ആവും, അപ്പുറത്ത് ബിൽസ് പേബിൾ ആവും. ഓക്കെ, അപ്പോൾ ബില്ല് റിസീവബിൾ അതായത് ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ബിൽ റിസീവ് ചെയ്തിട്ട് ഹോൾഡിംഗ് കമ്പനി ബിൽ റിസീവബിൾ ആയിട്ട് കാണിക്കുന്നു, സബ്സിഡറി കമ്പനി എന്തായിട്ട് കാണിക്കും ബിൽസ് പേബിൾ ആയിട്ട് കാണിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി കൺസോൾട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്താണെന്നു 0 ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അതായത് ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇന്റർ കമ്പനി ഹോൾഡിങ്സോ ഇന്റർ കമ്പനി ഡെപ്റ്റ്സോ ഉണ്ട് എങ്കിൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ലോൺ ആൻഡ് അഡ്വാൻസസ്, ലോൺസും അഡ്വാൻസസും സെയിം ഇതുപോലെ തന്നെയാണ്. എന്താണ് ഒരു കമ്പനിയെ സംബന്ധിച്ചോളം ഈ കൊടുക്കുന്ന കമ്പനിയെ സംബന്ധിച്ചോളം അതെന്താണ് വാങ്ങുന്ന കമ്പനിയെ സംബന്ധിച്ചോളം ലോണാണ്, കൊടുക്കുന്ന കമ്പനിയെ സംബന്ധിച്ചോളം അവർ കൊടുത്തിട്ടുള്ള അഡ്വാൻസ് ആണ്. ഓക്കെ, രണ്ടും സെയിം എമൗണ്ട് ആണ്. ഒരുമിച്ച് ചേർക്കുമ്പോൾ അതെന്താവുന്നു അതിൻ്റെ എഫക്റ്റ് 0 ആവുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ഇന്റർ കമ്പനി ഡെപ്റ്റ്സുകൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ട് എങ്കിൽ സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിക്ക് ഡെപ്റ്റായിട്ട് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എങ്കിൽ സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനി ഡെപ്റ്റ് ആണെങ്കിൽ ഹോൾഡിംഗ് കമ്പനി എന്താണ് അപ്പുറത്ത് ക്രെഡിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്താണ് അവിടെ 0 ആവുകയാണ് കൺസിഡറേഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ പ്രോബ്ലത്തിൽ വരികയാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്ത് കളയുകയാണ് വേണ്ടത്. ഓക്കെ, ദെൻ കണ്ടിജന്റ് ലയബിലിറ്റീസ് വരുന്ന സമയത്തും എന്താ ചെയ്യുന്നത്? കണ്ടിജന്റ് ലയബിലിറ്റീസ് നമുക്കറിയാം കണ്ടിജന്റ് ലയബിലിറ്റി ആവാൻ ചാൻസ് ഉള്ളത് അത് ഡിപ്പെൻഡ്സ് അപ്പോൺ കണ്ടീഷൻസ് ആണ്. അതായത് ഇപ്പോൾ ലയബിലിറ്റി അല്ല, ഭാവിയിൽ അത് ലയബിലിറ്റി ആവാം. ഓക്കെ, എന്താണ് ചില അനുകൂലമായ സാഹചര്യത്തിനനുസരിച്ച് ലയബിലിറ്റി ആവാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് നോട്ടായിട്ട് ബാലൻസ് ഷീറ്റിൻ്റെതായ കണ്ടിജന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് അത് കാണിക്കണം. ഓക്കെ, ഇത്രയാണ് സ്റ്റെപ്പ് 7 ചെയ്യേണ്ടത്. എലിമിനേറ്റ് ഇന്റർ കമ്പനി ഡെപ്റ്റ്സ്. എന്തുകൊണ്ടാണ് ഇന്റർ കമ്പനി ഡെപ്റ്റുകളെ ഒഴിവാക്കുന്നത്, എലിമിനേറ്റ് ചെയ്ത് കളയുന്നത് എന്ന് ഞാൻ പറഞ്ഞു. കാരണം അതിൻ്റെ എഫക്റ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഫക്റ്റ് എന്താണ് 0 ആവുകയാണ്. അപ്പോൾ അത് പിന്നെ കൺസോളിഡേറ്റ് ബാലൻസ് ഷീറ്റിൽ അതിനെ കാണിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. എന്താണ് സബ്സിഡറി കമ്പനിയിൽ എന്താ പറയുക ഹോൾഡിംഗ് കമ്പനി ഡെപ്റ്റർ ആണെങ്കിൽ ദെൻ അപ്പുറത്ത് എന്തായിരിക്കും ക്രെഡിറ്റർ ആയിരിക്കും. ഡെപ്റ്ററും മീൻസ് എന്താണ് ഒരു നെഗറ്റീവും പോസിറ്റീവും അതെന്താവുന്നു അവിടെ ക്ലോസ് ആയി പോകും. ഓക്കെ, അപ്പോൾ അതാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സ്റ്റെപ്പ് 7 പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ 8 സ്റ്റെപ്സിലൂടെ ഈ 7 സ്റ്റെപ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഡാറ്റകളായി കഴിയും. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. 2 ബാലൻസ് ഷീറ്റുകൾ തമ്മിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു സിംഗിൾ ബാലൻസ് ഷീറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് എന്താണ്? അവിടെ പരസ്പരമുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും എന്ത് ചെയ്യില്ല ബാലൻസ് ഷീറ്റിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല. അതുപോലെ തന്നെ ഇന്റർ കമ്പനി ഡെപ്റ്റ്സ് കാണിക്കില്ല. ദെൻ സ്റ്റോക്കിൽ നിന്ന് എന്ത് ചെയ്യണം? അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ദെൻ അതുപോലെ തന്നെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ആ മൈനോറിറ്റിയുടെ പോർഷൻ എവിടെ കാണിക്കേണ്ടത്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് 7 വരെയുള്ള പ്രോസസ്സുകൾ അതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പരിഗണിക്കണം. ഓക്കെ, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. ഇതൊക്കെ പരിഗണിച്ചിട്ട് നമ്മളൊരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1 മുതൽ സ്റ്റെപ്പ് 8 വരെയുള്ളത് ഏതൊക്കെ സ്റ്റെപ്സുകളാണ് ഒന്ന് ഞാൻ ചുരുക്കി പറയാം, ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കമ്പ്യൂട്ട് ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ അല്ലേ? കമ്പ്യൂട്ട് ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ. സ്റ്റെപ്പ് 2 എന്താണ്? അസർട്ടൈൻ ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? നമ്മൾ സബ്സിഡറി കമ്പനി നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിസിലാണ്. ഓക്കെ, 75% ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ 25% ആണ് മൈനോറിറ്റി. അപ്പോൾ ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ എന്താണ്? 75:25.
ഓക്കെ, അസർട്ടൈൻ ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ സെക്കൻഡ് സ്റ്റെപ്പാണ്. എന്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു? ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി അക്വയർ ചെയ്യുന്ന ഡേറ്റിന് തൊട്ട് മുമ്പ് വരെ ആ കമ്പനി ആ ഫിനാൻഷ്യൽ ഇയറിൽ ഏൺ ചെയ്ത പ്രോഫിറ്റിനെ വിളിക്കുന്നതാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ആ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? അസർട്ടൈൻ ചെയ്യണം. അതിന് ഇതുപോലെ തന്നെ ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് വെക്കണം. ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് റവന്യൂ പ്രോഫിറ്റ്. അപ്പോൾ എന്തായിരിക്കും റവന്യൂ പ്രോഫിറ്റ് എന്നറിയാം. എന്താണ്? കമ്പനി അക്വയർ ചെയ്തതിന് ശേഷം, സബ്സിഡറി കമ്പനി അക്വയർ ചെയ്തതിന് ശേഷം ആ കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റാണ് റവന്യൂ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. ദെൻ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. എന്താണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നറിയാം. ആ കമ്പനിയിൽ ഹോൾഡിംഗ് കമ്പനിക്ക് അക്വയർ ചെയ്യാൻ പറ്റാത്ത ഷെയറിൻ്റെ പോർഷനെയാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റെപ്പ് 5 കമ്പ്യൂട്ടേഷൻ ഓഫ് ഗുഡ് വിൽ ഓർ കോസ്റ്റ് ഓഫ് കൺട്രോൾ. എന്താണ് ഗുഡ് വിൽ എന്ന് നമുക്കറിയാം. ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനി ഏറ്റെടുക്കുമ്പോൾ ആ കമ്പനിയുടെ യഥാർത്ഥ വാല്യൂവിനേക്കാൾ കുറച്ചധികം എമൗണ്ട് കൊടുത്തിട്ടാണ് ആ കമ്പനിയെ ഏറ്റെടുക്കുന്നതെങ്കിൽ അത് ഗുഡ് വിൽ. ദെൻ അതല്ലെങ്കിൽ കുറഞ്ഞ എമൗണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതെന്താണ്? കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ബാർഗെയിൻ പർച്ചേസ് എന്നും ഇപ്പോഴത്തെ ടൈമിൽ വിളിക്കാം, ബാർഗെയിൻ പർച്ചേസ്. ദെൻ സ്റ്റെപ്പ് 6 കാൽക്കുലേഷൻ ആൻഡ് എലിമിനേഷൻ ഓഫ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇൻ സ്റ്റോക്ക്. നമുക്കറിയാം ഒരു ഗ്രൂപ്പിൽ കമ്പനികൾ തമ്മിൽ പരസ്പരം ട്രാൻസാക്ഷൻ നടക്കുന്നു. ആ ട്രാൻസാക്ഷൻ നടക്കുന്നത് പ്രോഫിറ്റിലൂടെ, മീൻസ് നടക്കുന്ന ഇടപാടുകൾ പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നടന്ന ട്രാൻസാക്ഷൻ്റെ സമയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ആ ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റോക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്കിൽ നിന്നും ആ പ്രോഫിറ്റ് എലിമെൻറ്റിനെ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്ത് കളയണം. ഇതേ രീതി തന്നെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റിലും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെപ്പ് 7 എലിമിനേറ്റ് ഇന്റർ കമ്പനി ഡെപ്റ്റ്. ഇന്റർ കമ്പനി ഡെപ്റ്റുകൾ, പല കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഡെപ്റ്റ്സുകൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്ത് കളയണം. അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞു. എന്താണ്? ഒരു കമ്പനിയുടെ ഡെപ്റ്റർ മറ്റൊരു കമ്പനി ക്രെഡിറ്റർ ആകുമ്പോൾ അതെന്താണ്? കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഫക്റ്റ് 0 ആവുകയാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുക? പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്ത് കളയുകയാണ് വേണ്ടത്. ഇതൊക്കെ പരിഗണിച്ചിട്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, ഹോൾഡിംഗ് കമ്പനി അവർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇതൊക്കെ പരിഗണിച്ചിട്ടാണ്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ഇനി. ഓക്കെ,